കഥ തുടങ്ങുമ്പോൾ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ വരുന്ന പെൺകുട്ടിയായ മഹിയുടെ കയ്യിൽ നാഗേഷിന്റെ അമ്മ സാരി കൊടുത്തിട്ട് റെഡിയായി വരാൻ പറയുന്നു. അങ്ങനെ റെഡിയായി വരുന്ന മഹിയുടെ കയ്യിൽ ഒരു ചെറിയ ഉരുളി നിറയെ പാൽ കൊടുത്ത് വിട്ടിട്ട് ഒരു റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ റൂം കാണുന്ന മഹി പേടിച്ച് നിൽക്കുകയാണ്. കാരണം ആ റൂം കാണാൻ കാട് പോലെയാണ്. മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുകയില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന മഹി പുറകിൽ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പകുതി മനുഷ്യനും പകുതി നാഗവുമായ രൂപം കണ്ട് പേടിച്ച് ആ റൂമിൽ നിന്ന് ഓടുന്ന മഹിയെ നാഗേഷിന്റെ അച്ഛനും അമ്മയും കൂടി പിടിച്ചുകൊണ്ട് പിന്നെയും ആ റൂമിന്റെ അകത്താക്കി പൂട്ടുകയാണ്. പേടിച്ച് കരയുന്ന മഹിയുടെ അടുത്ത് വരുന്ന നാഗേഷ് മഹിയോട് നീ എന്റേതാണ്, എന്റേത് മാത്രമാണ് എന്ന് പറയുന്നത് കേട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ് മഹി. എങ്ങനെയൊക്കെ മഹി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മഹിയുടെ അച്ഛന്റെ അടുത്ത് പോകുന്നു. അവരെല്ലാവരും നാടോടികളായിരുന്നു. ആ നാട്ടിലുള്ള ആർക്കും നാഗേഷിന്റെ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് നാഗേഷിന്റെ അച്ഛൻ മഹിയുടെ അച്ഛനെ കണ്ടിട്ട് വിവാഹമായി നടത്തേണ്ട എന്നും മകളെ മാത്രം തന്നാ മതി എന്നും പൊന്നുപോലെ നോക്കാമെന്നും പറഞ്ഞാണ് മഹിയെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയത്. മഹി നാടോടികളെ പോലെ നാട് ചുറ്റി കറങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കുമെന്ന് വിശ്വസിച്ചാണ് മഹിയുടെ അച്ഛൻ ഈ ഒരു കാര്യത്തിന് സമ്മതം പറഞ്ഞത്. അടുത്ത സീനിൽ രാവിലെ ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്ന മഹിയോട് മഹിയുടെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഈ സമയം എങ്ങനെയെങ്കിലും മഹിയെ കൊണ്ടുവന്നില്ലെങ്കിൽ നാഗേഷിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അവർ നിൽക്കുമ്പോൾ അവിടേക്ക് മഹി വരുന്നു. മഹിയെ കാണുന്ന നാഗേഷിന്റെ അമ്മ മഹിയോട് നാഗേഷിന്റെ കാര്യങ്ങൾ ഗ്രാമത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് മഹി പറയുന്നു. ശേഷം രാത്രി മഹി ആരും കാണാതെ കുറച്ച് പാലിൽ എന്തോ ഒരു മരുന്ന് കലർത്തി വീട്ടിന്റെ പുറകിലുള്ള മരത്തിന്റെ താഴെ വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ വരുന്ന നാഗേഷ് ആ പാല് കുടിക്കുന്നു. ഇതെല്ലാം അവിടെയുള്ള വിൻഡോയിലൂടെ മഹി കാണുകയാണ്. ശേഷം നാഗേഷിന്റെ ശരീരം തീ കത്തുന്നത് പോലെ ആവുകയും നാഗേഷ് അലറി വിളിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മഹി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മഹിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു. മഹിയെ ഒത്തിരി നാളത്തെ പരിചയമുള്ളത് പോലെയാണ് അയാൾ മഹിയോട് സംസാരിക്കുന്നത്. മഹിയും അതുപോലെ തന്നെ. ശേഷം രാവിലെ സന്തോഷത്തോടെ ഡോർ തുറക്കുന്ന മഹിയെ കാണുന്ന നാഗേഷിന്റെ അച്ഛനും അമ്മയും നാഗേഷിന് രാവിലെ കഴിക്കാനുള്ളതാണെന്നും പറഞ്ഞ് എലിയെ മഹിയുടെ കയ്യിൽ കൊടുക്കുന്നു. ആ എലിയെ എടുത്തുകൊണ്ട് പേടിച്ച് പേടിച്ച് തിരിച്ച് റൂമിൽ പോകുന്ന മഹിയെ ദേഷ്യം വന്ന് നിൽക്കുന്ന നാഗേഷ് ഉപദ്രവിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നാഗേഷിന്റെ ശക്തി പോവുകയും നാഗേഷ് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ഈ സമയം മഹി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ശേഷം നാഗേഷിന്റെ അമ്മയും അച്ഛനും നാഗേഷ് ഇങ്ങനെ ജനിക്കാനുള്ള കാരണം പറയുകയാണ്. നാഗേഷിന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു നാഗം നാഗേഷിന്റെ അമ്മയുടെ കാലിൽ കൊത്തുകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനിച്ചപ്പോൾ നാഗേഷ് പകുതി മനുഷ്യനും പകുതി നാഗവുമായത്. അടുത്ത സീനിൽ നാഗേഷിന് മഹി മരുന്നൊഴിച്ച് പാല് കൊടുക്കുമ്പോൾ നാഗേഷ് മനുഷ്യനായി മാറുകയാണ്. രാത്രി മഹിയെ കാണാൻ വന്നുകൊണ്ടിരുന്നത് നാഗേഷ് ആയിരുന്നു. പക്ഷേ നാഗേഷിന് മനുഷ്യനായി ഇരിക്കുമ്പോൾ മഹിയെ മാത്രമേ നാഗേഷിന് അറിയാവൂ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നാഗേഷിന്റെ അച്ഛനും അമ്മയും വരുന്നു. അവരെ കാണുന്ന നാഗേഷ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവർ മഹിയോട് ആ ഓടിപ്പോയത് ആരാണെന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുമ്പോൾ മഹി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെ മൃഗമായി വളർത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനെ ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നതെന്നും നാളെ പൂർണ്ണമായും നാഗേഷ് മനുഷ്യനായി മാറുമെന്നും പറഞ്ഞ് മഹി അവിടെ നിന്നും പോകുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ അവർ നിൽക്കുകയാണ്. അടുത്ത സീനിൽ നാഗേഷിനെ കാത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. മരുന്നൊഴിച്ച് പാല് കുടിക്കുന്ന നാഗേഷ് ദേഷ്യത്തോടെ എന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മഹിയുടെ അടുത്ത് വരുന്ന നാഗേഷ് മനുഷ്യനാകാൻ തുടങ്ങുന്ന സമയം ഞാൻ മരിക്കുന്നു എങ്കിൽ എന്റെ കൂടെ നീയും മരിക്കുമെന്ന് പറഞ്ഞ് നാഗേഷ് മഹിയെ കടിക്കുകയാണ്. മഹി ബോധം കെട്ട് വീഴുമ്പോൾ നാഗേഷ് മനുഷ്യനായി മാറുകയാണ്. മനുഷ്യനായ നാഗേഷിനെ കാണുന്ന അച്ഛനും അമ്മയും സന്തോഷത്തോടെ നാഗേഷിന്റെ അടുത്ത് പോകുമ്പോൾ നാഗേഷ് അവരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മഹിയുടെ അടുത്ത് പോയി മഹിയെ വിളിക്കുകയാണ്. അപ്പോൾ മഹി കുറച്ചായി നാഗമായി മാറുന്നത് കാണുന്ന മഹിയുടെ അച്ഛൻ എല്ലാവരോടും അവിടെ നിന്ന് മാറിപ്പോകാൻ പറയുകയാണ്. അവർ മാറുന്ന സമയം മഹി പൂർണ്ണ നാഗമായി മാറി അവിടെ നിന്നും പോകുന്നത് കണ്ട് എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. ഇതോടെ ഈ കഥ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.